ആറന്മുള വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ഇക്കുറി വഴിപാട് സദ്യകൾ നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി റെക്കോർഡ് ബുക്കിംഗാണ് ഇത്തവണ വള്ളസദ്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്ന കണക്കൂട്ടലിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. കരനാഥന്മാരുടെ വഞ്ചിപ്പാട്ടും ഭക്തലക്ഷങ്ങളുടെ ശരണം വിളികളും ഉയരുന്ന ആറന്മുളയുടെ പുണ്യതീരത്ത് ഇനി വള്ളസദ്യയുടെ നാളുകൾ. ഈ മാസം 19-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയാണ് ഇക്കുറി വള്ളസദ്യ വഴിപാടുകൾ നടക്കുക. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെയുള്ള 51 പള്ളിയോടങ്ങളാണ് ഇത്തവണ സദ്യയിൽ പങ്കെടുക്കാൻ ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നത്. 19-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുക്കും. നമ്മുടെ ഇപ്രാവശ്യത്തെ വള്ളസദ്യ ആചാരാനുഷ്ഠാനങ്ങളിൽ ഊന്നിയുള്ള വള്ളസദ്യ ജൂലൈ മാസം 19-ാം തീയതി തുടങ്ങിയാണ്. സെപ്റ്റംബർ 16-ാം തീയതി വരെ നീണ്ടിരിക്കുന്ന 60 ദിവസത്തെ കാലാവധിയിലാണ് ഇപ്രാവശ്യം നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരടക്കം ഇവിടെ വന്ന് യോഗം കൂടി വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം തന്നെ കുറഞ്ഞ സമയത്തിൽ 4000 പേരോടടുത്ത് ഒരേ പ്രാവശ്യം ഈ വള്ളസദ്യ പങ്കെടുക്കുവാനായിട്ട് ഈ ക്ഷേത്രസന്നിധിയിൽ തന്നെ എത്തുന്നുണ്ട്. ഇതുവരെ 470 സദ്യകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 550 വരെ ഉയർന്നേക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഇത് വള്ളസദ്യയുടെ ചരിത്രത്തിലെ തന്നെ സർവകാല റെക്കോർഡാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇക്കുറി 20 സദ്യാലയങ്ങളും 16 സദ്യ കോൺട്രാക്ടർമാരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇപ്രാവശ്യം ദിവസം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി നടക്കുന്ന സദ്യയുടെ എണ്ണം കൂടുതലാണ്. അത് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുള്ളൂ. വള്ളസദ്യ ദിവസങ്ങളിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം വഴി ദിവസേന എത്തുന്ന ഭക്തർക്കായി പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സദ്യയും സജ്ജമാക്കിയിട്ടുണ്ട്. ദിവസേന 8 KSRTC ബസ്സുകളാണ് ഇവിടേക്ക് എത്തുക. പമ്പാ നദിക്കരയെ ഭക്തിസാന്ദ്രമാക്കാൻ ഇനി പള്ളിയോടങ്ങളുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് നാട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.